നമസ്കാരം. For your participation tonight and all the people and the Prime Minister, thank you very much. He said he's happy to be. എന്തായാലും ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രി എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ കളിയാക്കുന്ന രാഹുൽ ഗാന്ധിക്ക് അയാളുടെ സ്വപ്ന സാഫല്യമായിരിക്കുകയാണ് അല്ലെ. എന്താ അല്ലേ, മെസ്സിയുടെ മാനേജർ രാഹുൽ ഗാന്ധിയെ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊരു നാക്കുവഴയൊന്നുമല്ല, പണം കൊടുത്ത് പറയിപ്പിക്കുന്നതാണ് എന്ന് സംഖ്യകളൊക്കെ പറയുന്നുണ്ട്. പറയാൻ പറ്റില്ല. മെസ്സി ഇന്ത്യയിലേക്ക് വന്നത് തന്നെ പണത്തിന് വേണ്ടിയിട്ടാണ്. അത് മെസ്സിയുടെ കുഴപ്പമല്ല, മെസ്സിക്ക് അങ്ങനെ വേഷം കെട്ടേണ്ടി വന്നതാണ്. അവരുടെ രാജ്യത്തിൻ്റെ അവസ്ഥ കുറച്ച് പരിതാപമാണ്. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനേക്കാളും വളരെ മോശമാണ് അർജൻറ്റീന എന്ന രാജ്യത്തിൻ്റെ അവസ്ഥ. ഒരു 90% പട്ടിണിയും പരിവട്ടവും തന്നെയാണ്. അപ്പോൾ അവിടെ ലോകത്തിനെല്ലാം അറിയാവുന്ന ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്തതാണ് മെസ്സിയും ഫുട്ബോളും ഒക്കെ, അവരുടെ ടീമും ഒക്കെ. ഫുട്ബോളിൽ അർജൻറ്റീന ടീം ഒരു മഹാപർവ്വതമാണ്. പക്ഷേ സമ്പത്തിൻ്റെ കാര്യത്തിലോ മറ്റു കാര്യത്തിലോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ അവരുടെ രാജ്യത്തിന് കൂടി വേണ്ടി കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളോട് പോലും ഈ സൗഹൃദ മാച്ച് കളിക്കാൻ അർജൻറ്റീന ചെല്ലുമ്പം കോടികൾ കൊടുക്കണം. അപ്പോൾ അങ്ങനെ കളിക്കാൻ വേണ്ടി പോലും തള്ളിവിടപ്പെട്ട ഒരു ടീമാണ് അർജൻറ്റീന ടീം. അതല്ലാതെ തന്നെ മെസ്സി ഈ പോകുന്ന കണക്ക്, അതായത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് വരും. അത് വെറുതെ വരുന്നതല്ല, കോടികളാണ് അതിൻ്റെ പ്രതിഫലം. അതും അവരുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ്. മറ്റു മാർഗമില്ല. അയാൾക്ക് അയാളുടെ രാജ്യത്തോട് വളരെയേറെ സ്നേഹമുണ്ട്. അതിനാൽ രാജ്യത്തിനെ കൂടി സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇവിടെ വന്നിട്ട് ഒരുപാട് കോപ്രായങ്ങൾക്ക് അദ്ദേഹത്തിന് കൂട്ടു നിൽക്കേണ്ടി വന്നു. തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദ്ദേഹമായിട്ട് പന്ത് തട്ടുന്ന ഒരു ദൃശ്യമുണ്ട്. അത് കണ്ടു നോക്കൂ. അദ്ദേഹത്തിന് ഫുട്ബോൾ കളി അറിയില്ല എന്ന് നമുക്കത് കാണുമ്പോൾ അറിയാം. പക്ഷേ മെസ്സിയെ പോലെ ഒരു കളിക്കാരനെ ആ മൈതാനത്തിട്ട് ഓടിക്കുകയാണ്. മെസ്സിക്ക് നേരെ തട്ടിക്കൊടുത്താൽ മതി, പക്ഷേ അത് പറ്റുന്നില്ല. 2-3 തവണ ചെയ്യുമ്പോഴും എല്ലാം വല്ലയിടത്തോട്ടൊക്കെയാണ് ബോൾ പോകുന്നത്. മെസ്സി അതിൻ്റെ പിന്നാലെ കടന്നു ഓടുകയാണ്. പിന്നെയും നമ്മൾ കുറേ കോപ്രായങ്ങൾ കണ്ടു. കുറേ സിനിമ നടന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അദ്ദേഹം നിൽക്കുമ്പോൾ തന്നെ മറ്റ് ചിലർ ആദരിക്കപ്പെടുന്നു, ഷാളിടുന്നു. എന്നിട്ട് അവരുടെ കൂടെ മെസ്സി നിൽക്കുന്ന ഫോട്ടോ നോക്കൂ. ഈ ഫോട്ടോ കാണുമ്പോൾ എന്താ നമുക്ക് തോന്നുന്നത്? അജയ് ദേവ്ഗൺ എന്ന സിനിമാ താരത്തിൻ്റെ ഒപ്പം 2 ആരാധകർ നിന്ന് ഫോട്ടോ എടുക്കുന്ന പോലെ ഒരു ഫീലല്ലേ ഇത് കാണുമ്പോൾ തോന്നുക. ഇങ്ങനെയൊന്നും മെസ്സിയെ ചെറുതാക്കേണ്ടിയിരുന്നില്ല. പക്ഷേ ഇതിനൊക്കെ മെസ്സിക്ക് നിന്ന് കൊടുക്കേണ്ടി വരുന്നു പണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. മെസ്സി പോവേണ്ട, അതായത് ഇവിടെ ഉള്ള ദിവസങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകേണ്ട സമയമായിട്ട് ഒരു ദിവസം കൂടി കൂടുതൽ ഇവിടെ നിൽക്കേണ്ടി വന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംബാനിയുടെ മോന് വേണ്ടിയിട്ടാണ്. അവിടെയും പണം തന്നെയാണ് പ്രധാനം. അപ്പോൾ ആ പണത്തിനും കൂടെ വേണ്ടിയിട്ടാണ് നിന്നത്. നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് ഇവിടുത്തെ ഈ ട്രീ കട്ടർ വീരപ്പനെ, അതായത് ഒരു ചാനൽ മുതലാളിയാണ്, അല്ലെങ്കിൽ നമ്മൾ കുറേ എല്ലാം ട്രോൾ ചെയ്തല്ലോ. അയാളിപ്പോൾ മെസ്സിയെ കൊണ്ടുവരും. അങ്ങനെ സത്യം പറഞ്ഞാൽ അയാളെ ട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അയാൾക്കറിയാം അർജൻറ്റീനയുടെ അവസ്ഥ ഇതാണെന്നും കാശ് കൊടുത്താൽ മെസ്സി വരുമെന്ന് അറിയാം. പക്ഷേ അവർ തമ്മിലുള്ള ഡീലിങ്ങിൽ എന്തോ ഇടയ്ക്കെവിടെയോ ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് മെസ്സി ഇവിടെ വരാഞ്ഞത്. അല്ലെങ്കിൽ അയാൾ പറഞ്ഞതുപോലെ സംഭവിക്കുമായിരുന്നു. പണം കിട്ടിയാൽ മെസ്സി വരും. അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും അയാൾക്കും വേണ്ടിയിട്ടും മെസ്സി വരും. ഇന്ത്യയിലല്ല, എവിടെയാണെങ്കിലും മെസ്സി പോകും. അത് അയാൾക്ക് വേണ്ടി കൂടി മാത്രമല്ല കേട്ടോ, അയാളുടെ രാജ്യത്തിന് കൂടി വേണ്ടിയാണ്. അവിടെ അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ. നമ്മൾ ഈ അർജൻറ്റീന എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന അർജൻറ്റീന എന്ന് പറയുമ്പോൾ ഫുട്ബോൾ, മെസ്സി, മറഡോണ, അങ്ങനെ ഒരുപാട് വലിയ വലിയ താരങ്ങളുണ്ട് അവിടുന്ന്. ആ ഒരു ഘടകം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതിയെപ്പോലും ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്നത് ഈ ഫുട്ബോളും മെസ്സിയൊക്കെയാണെന്ന് പറഞ്ഞാലും അതിശയോക്തിയുണ്ട്. ഇപ്പോൾ കേരളത്തിനെ പറ്റി പറയുമ്പോൾ മദ്യവും ലോട്ടറി ആണെന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഗതിയാണ്. അർജൻറ്റീനയെ പറ്റി പറയുമ്പോൾ മെസ്സിയും അവിടുത്തെ ഫുട്ബോളും തന്നെയാണ് ഒരു പരിധിവരെ അവരുടെ സാമ്പത്തിക നിലയൊക്കെ താങ്ങി നിർത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാവം വേഷം കെട്ടുകയാണ്. അപ്പം മെസ്സി എന്ന അസാധ്യമായ കഴിവുകളുള്ള കളിക്കാരനെ നിങ്ങൾ ആരാധിച്ചോളൂ. പക്ഷേ ബഹുമാനമൊക്കെ ഉള്ളവർക്ക് പോലും ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ അതങ്ങ് പോകും. കാരണം അത് മെസ്സിയുടെ കുഴപ്പമല്ല, അത് അങ്ങനെയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ കണ്ടൊരു കോമാളത്തരമാണ് രാഹുൽ ഗാന്ധിയെ പരിചയപ്പെടുത്തുന്നത് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടാണ്. അത് ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് എന്ന്. അർജൻറ്റീനയിലുള്ളവർക്ക് വരെ അറിയാം. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ രാഹുൽ ഗാന്ധിനെ ഇങ്ങനെ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും ഒരു നാക്കുപിഴയൊന്നുമല്ല. ഈ വിസ്പർ പപ്പു തന്നെ കാശ് കൊടുത്ത്, അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ കാശ് കൊടുത്ത് പറയിപ്പിക്കുന്ന അങ്ങനെയെങ്കിലും അയാളൊന്ന് തൃപ്തിപ്പെട്ടോട്ടെ. അയാളുടെ ആ ഇളിഞ്ഞ ചിരി നോക്കിക്കേ. രാഹുൽ ഗാന്ധിയുടെ ആ ഇളിഞ്ഞ ചിരി കാണുമ്പോൾ നമുക്കറിയാം അത് പണം കൊടുത്ത് ഒരുപക്ഷെ പറയിപ്പിച്ചായിരിക്കും. അതൊക്കെ അല്ലാതെ അറിയാം അയാൾക്ക് ജന്മത്ത് ആ സ്ഥാനത്തേക്ക് വരാൻ പറ്റില്ല എന്നറിയാം. എങ്കിൽ മെസ്സിയുടെ സാന്നിധ്യത്തിലെങ്കിലും അത് കേൾക്കുമ്പോൾ ഒരു കുളിരല്ലേ, ആ ഒരു കുളിരിന് വേണ്ടിയിട്ടായിരിക്കും. എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പട്ടായ പോകാനുള്ളതാണ്. പോട്ടെ.